ഇയാളിപ്പോൾ ചോദിക്കുന്നത്, ആ സ്റ്റേജിൽ വന്നിട്ട് മൈക്ക് എടുത്തിട്ട് അവരോട് ചോദിക്കുന്നത്, യേശുക്രിസ്തു എങ്ങനെയാണുണ്ടോ? ഒരു കാരണവശാലും ഞാൻ പറയാം, ഈ ചോദ്യം ഒരു കാരണവശാലും ഹിന്ദുക്കൾ ചോദിക്കാറില്ല. കാരണം അറിയാവുന്ന സംഭവമാണ് അത്, കാരണം ബൈബിളിൽ കൂടെ ഒക്കെ പറയുന്ന സംഭവമാണ്. ഇത് ഹോളി സ്പിരിറ്റിലാണ് യേശുക്രിസ്തു ഉണ്ടായത്. അപ്പോൾ അത് ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്. അതായത് ബയോളജിക്കലല്ല, ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞൊരു സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെ ഉണ്ടായത്? ഇത് ഞാനീ പറയുമ്പോൾ ഇന്ത്യയിലൊരു സാധാരണ ഹിന്ദുക്കൾ ഇതേപോലുള്ള സംഭവങ്ങൾ എത്ര പ്രശ്നമുണ്ടായാലും ചോദിക്കുന്നില്ല. കാരണം അവരുടെ മതത്തിൽ ഇതേപോലുള്ള 100ഓളം കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന് ഈ പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിന് ചോദിക്കാനും ഈ പറയുന്ന സംഭവങ്ങളൊന്നും, അവർ 5-6 ജയ് ശ്രീറാം വിളിക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്നു, അടി ഉണ്ടാക്കുന്നു, അങ്ങ് പോകുന്നു. ഇവിടെ വന്ന് ഇയാളുടെ ഉദ്ദേശം, ഇയാൾ ഇഷ്ടം പോലെ പണം പിരിക്കുന്നുണ്ട്, ഇതേപോലെ ഹെയ്റ്റ് സ്പീച്ച് നടത്താൻ വേണ്ടി പബ്ലിസിറ്റി വേണം. അതിനുവേണ്ടി സംഭവം ചെയ്താണ്, ക്യാമറ ഓൺ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്നിട്ട് സ്വന്തമായിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങ് പബ്ലിഷ് ചെയ്യും. അതായത് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്. അപ്പം അവരെ ഇയാളെ ഉപയോഗിക്കുന്നു. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഇതൊക്കെ നടക്കുമോ ഇല്ലെന്നുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട്. അതായത് ഒരാൾക്ക് 10 പേർക്ക് ഒരു വീട്ടിൽ പോയി ഇരിക്കാനോ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനോ പറ്റത്തില്ല. ആ രീതിയിലോട്ട്, അതായത് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം മതി, മതരാഷ്ട്രമാക്കി അങ്ങ് മാറ്റുന്നു. ഇതിൻ്റെയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബംഗ്ലാദേശി പഴയ എക്സ് മുസ്ലിമിനെ ഉപയോഗിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സംഭവം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ പാർവതീകരിച്ച് ഈ സംഭവത്തിൽ അതിൻ്റെ ഇത് പുറയിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് ഈ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവനെ ഉപയോഗിച്ച് ഇതേപോലെയുള്ള അറ്റാക്കുകൾ സ്ഥിരമായിട്ട് നടത്തുക, ഭയപ്പെടുത്തുക. എന്നിട്ടുണ്ടായ സംഭവം, പോലീസുകാർ വന്ന് ഇവർ 2 കൂട്ടരെയും കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ രാജു, അതായത് പാസ്റ്ററോട് പറഞ്ഞ് ഇനി അവിടെ ചർച്ച നടത്തരുത്, അവിടെ നടത്തുവാണെങ്കിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യും. കാരണം ഇവരിഷ്ടം പോലെ പോലീസ് കേസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഒരു റിസൾട്ട് കിട്ടാതായി. കാരണം ഇത് പല ഹൈക്കോർട്ടിൽ അവിടെയൊക്കെ ചോദ്യചിഹ്നമായി. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പല നിയമങ്ങൾ ഉപയോഗിച്ച് കേസെടുക്കും. കാരണം ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന് പറഞ്ഞ് ഇത് ഫൈനലി തെളിയുന്നത് ഫോഴ്സ്ഫുൾ അല്ല ഈ സംഭവം ആൾക്കാർ വരുന്നത്. അപ്പം ഇതേപോലെയുള്ള ഓരോ സംഭവങ്ങൾ ഓരോ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പല ഭാഗത്തും. അതിപ്പം ഗാസിയാബാദ് വരെ ഇത് കയറി, അതായത് ഡൽഹിക്കകത്തോട്ട് ഇനി വരാൻ വലിയ താമസമൊന്നുമില്ല. അതിൻ്റെ പേരിലൊക്കെയാണ് ഈ ഡൽഹിയിലുണ്ടായിരുന്നൊരു പാസ്റ്റർ ചാണ്ടിയുണ്ട്, അയാളെ ഉൾപ്പെടെ കള്ളക്കേസ് അയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതായത് പഴയ പോലെയുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രീഡം ഇന്ത്യയിൽ ഏകദേശം നശിച്ചു കഴിഞ്ഞു.